നമസ്കാരം, ഞാൻ അനീഷ്. കഴിഞ്ഞ വർഷം ഗൾഫിൽ ദുബായിക്ക് ഉണ്ടായ ഏറ്റവും വലിയൊരു നഷ്ടം ഗസ് ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ വർഷമാണ് രമേശ് പിഷാരുടെ ഒരു ഷോ പോലും അവിടെ ഉണ്ടായിട്ടില്ല. അതിന് മുമ്പുള്ള 10 വർഷം ഉണ്ടായിരുന്നു. ചേട്ടാ, ദുബായിയുടെ നഷ്ടമല്ല, ദുബായിയുടെ നേട്ടമാണ്. ചേട്ടാ, അതെ അത് നേട്ടം. പക്ഷെ ഏറ്റവും വലിയ നഷ്ടം, അതായത് കഴിഞ്ഞ വർഷം ദുബായിക്ക് ഉണ്ടായ ഏറ്റവും വലിയ നേട്ടം, എനിക്ക് ദുബായിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ഗൾഫിൽ പോകാനിരുന്നാണ്, സംഭവം മിസ്സായി, പോകാൻ പറ്റിയില്ല. പോകാൻ പറ്റാഞ്ഞതിനുണ്ടായ കാരണമാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. ചേട്ടാ, അതെന്ന് വെച്ചാ സായിച്ചേട്ടൻ തന്നെ അറിയില്ല. ചേട്ടൻ തന്നെ അറിയോ? അത്രക്കില്ല. ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫ്രഷാണ്. ഒരു ഫ്രഷ് പീസ് കിട്ടിയില്ല ഇവിടെ. അതാണ് ദുബായിക്ക് കിട്ടാഞ്ഞ ഒരു സാധനം ഇവിടെ കിട്ടി. ഫ്രഷല്ലേ? ഫ്രഷാണ് ചേട്ടാ. അപ്പൊ ഇതെന്ന് പറഞ്ഞ ചേട്ടാ, പ്രണയം കൊണ്ട് ഗൾഫിലേക്ക് പോകാൻ പറ്റിയ ഒരുത്തനാണ് ഞാൻ. പ്രണയം എന്ന് വെച്ചാൽ എല്ലാവരും ചാടിക്കടി പ്രണയിക്കണ്ട. പ്രണയിച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ പോകാൻ ഇപ്പൊ ഇവരുടെയൊക്കെ ചിരിയിൽ നമുക്ക് മനസ്സിലാവും. പ്രണയിച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റുന്നില്ല. പക്ഷെ എൻ്റെ നാട്ടില് എന്നോട് കുറച്ച് പേര് വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഡാ 36 വയസ്സും 2 കുട്ടികളും ഒരു കെട്ടിയോളം നീ ഇനി +2 പഠിക്കുന്ന പെൺപിള്ളേരെ പ്രണയിച്ചാൽ നിന്നെ അടിച്ച് കൊല്ലൂന്ന് പറഞ്ഞു. ഞാൻ ഗൾഫിൽ പോണ നാട്ടിൽ നിൽക്കണ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛനൊരു തീരുമാനം എടുത്ത് എന്നെ ഗൾഫിൽ വിടുക. എങ്ങനെയെങ്കിലും ഒരു വിസ ഉണ്ടാക്കുക. വിസയെന്ന് എഴുതാൻ പോലും അറിയാൻ പാടില്ലാത്ത അച്ഛൻ വിസയ്ക്ക് വേണ്ടിയിട്ട് ഓട്ടമായി മകൻ്റെ ജീവൻ രക്ഷിക്കാൻ. ഗൾഫിൽ പോകാനുള്ള കാര്യങ്ങൾ ഞാൻ അപ്പോഴും അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ പോകില്ല, എനിക്ക് നമ്മുടെ നാട്, വീട്, റേഷൻ കട, മണ്ണെണ്ണ, അതിനപ്പുറം ലൈഫില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടാ, എനിക്ക് നാട്ടുകാരോട്ട് മിങ്കിൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിമാരോട്ട് സംസാരിക്കുക, അങ്ങനെയുള്ള ബിസിനസ്സിനോട് ഭയങ്കര താല്പര്യം. അങ്ങനെ ഒരുപാട് ആലോചിച്ച് ഞാനൊരു ബിസിനസ് കണ്ടെത്തി. മീൻ കച്ചവടം. രാവിലെ മീൻ വിൽക്കുക, ഇവരുമായിട്ടൊക്കെ ഒന്ന് സംഗമിക്കുക, വർത്താനം പറയുക, ഫ്രഷ്, നാട്, വീട്, മീൻകാർ, അങ്ങനെ. ചേട്ടാ, മീൻ കച്ചവടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഞാൻ മീൻ കച്ചവടം തുടങ്ങിയ സമയത്ത് എനിക്ക് കുറച്ച് ചേച്ചിമാർ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ നിന്നോട് സ്ഥിരമായിട്ട് മീൻ വാങ്ങാം, പക്ഷെ നിനക്കൊരു ടോൺ വേണം. കാര്യം എല്ലാവർക്കും സ്ഥിരം കച്ചവടക്കാരുണ്ട്. ഈ സ്ഥിരം കച്ചവടക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് ഹോണുണ്ട്, കൂവലുണ്ട്, അങ്ങനെ ഭയങ്കര സംഭവങ്ങളുണ്ട്. അപ്പോൾ നിനക്കൊരു ടോൺ ഉണ്ടെങ്കിൽ മാത്രമേ നിന്നെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നീ ഒരു പണി ചെയ്യുക, നമുക്ക് റിട്ടയർഡ് മീൻകാരുണ്ട് നമ്മുടെ അവിടെ, കുഞ്ഞപ്പൻ ചേട്ടൻ ഇങ്ങനെ കൂവിലൊക്കെ ഭയങ്കര പ്രത്യേകതയുണ്ട്. കുഞ്ഞപ്പൻ ചേട്ടൻ്റെ കൂവെന്ന് പറഞ്ഞാൽ ചേട്ടാ എല്ലാവരും കൂട്ടി ഇങ്ങനെ ചുമ്മാ പോയി ആ സാധനമൊന്നുമല്ല. കുഞ്ഞപ്പൻ ചേട്ടൻ കൂവുമ്പോൾ ഇങ്ങനെ ഈ സാധനം റിട്ടേൺ വരും. കുഞ്ഞപ്പൻ ചേട്ടൻ്റെ ഡബിളാണ്. ബുൾസേ പറഞ്ഞ ഓംലേറ്റ് പറഞ്ഞ കൂട്ടോ, കുഞ്ഞപ്പൻ ചേട്ടൻ്റെ കൂ ഡബിൾ. ഇതെല്ലാവരും ഐഡന്റിഫൈ ചെയ്യും. അപ്പോൾ എന്തായാലും കുഞ്ഞപ്പൻ ചേട്ടനെ ചേട്ടാ റിട്ടയർഡായി. ഞാൻ ഈ സാധനം എടുക്കാൻ വേണ്ടി കുഞ്ഞപ്പൻ ചേട്ടൻ്റെ ഈ സംഭവത്തെക്കുറിച്ചൊന്ന് ചോദിച്ചു. ഞാൻ പറയാം, കുഞ്ഞപ്പൻ ചേട്ടാ ഈ ടെക്നിക്ക് എനിക്കൊന്ന് പറഞ്ഞു തരൂ. കുഞ്ഞപ്പൻ ചേട്ടൻ പറഞ്ഞ്, ടെക്നിക്കല്ലടാ, അങ്ങോട്ട് കൂവുന്നത് ഞാനാണ്, ഇങ്ങോട്ട് എടുക്കുന്നത് ആസ്മയാണ്. വലിവിൻ്റെ ക്ഷീണം കൊണ്ട് ഈ മനുഷ്യൻ കിടന്ന് പെടാപ്പാടാ ചേട്ടാ. ഇതിങ്ങനെ കിടന്നിട്ട് പോയി അതിൻ്റെ ചേച്ചിമാർ പറയണം പക്ക ടോണാണ് കുഞ്ഞപ്പൻ ചേട്ടനെന്ന്. അരി മേടിക്കാൻ വേണ്ടി വലിവുള്ള മനുഷ്യൻ. മീൻ കച്ചവടത്തിലൊരു സംഭവം, ഈ കുറച്ച് പേരുണ്ട് ഈ സ്ഥിരംകാരോടെ മേടിക്കുകയുള്ളൂ. നമ്മളല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ കുറച്ച് അമ്മച്ചിമാരുണ്ട്, മീനെന്നാ, അപ്പോൾ നമ്മൾ അതേപോലെ മത്തി പൊക്കോ, വേണ്ട, സ്ഥിരംകാരോട് ഈ സാധനം മേടിക്കുള്ളൂ. പരിപാടി കഴിഞ്ഞ്. അപ്പം ഇത് കുറേ ദിവസം ഇങ്ങനെ ഭയങ്കര റിപ്പീറ്റ് ഈ സാധനത്തിന്. അപ്പം ഞാൻ ഒരു ദിവസം നൈസായിട്ട് നിർത്തിയിട്ട് ഈ മത്തി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ് എനിക്ക് ഇതുപോലെ തന്നെ പതിവ് പോലെ ഓടി വന്ന്, മീനെന്നാ? ഞാൻ പറഞ്ഞ ചേച്ചി മത്തി, അയില, കാരി, ചൂര, സിലോപ്പി, ചെമ്പല്ലി മീൻ, കുറേ ഒരു 10-70 മീനിൻ്റെ പേര് പറഞ്ഞിട്ട് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തി. അപ്പം തന്നെ ചേച്ചി, വേറൊന്നുമില്ലേ? ഞാൻ പറഞ്ഞു, ഒരു പണി തിമിംഗലത്തിൻ്റെ കുഞ്ഞുണ്ട്, എടുക്കട്ടെ എന്ന് ചോദിച്ചു. സാധിച്ചത് ഞാൻ ഓർത്ത് ഇവർ ഇത്രയും മീനിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഒരു വലിയക്കാട്ട ചട്ടിയും കാശുമായിട്ട് ഓടി അടുക്കലേക്ക് വന്നത്. തിമിംഗലമെങ്കിൽ ഒരു 30 രൂപയ്ക്ക് തരാം. മത്തിക്ക് 245 രൂപയ്ക്ക് വിറ്റണ്ടിരിക്കുകയാണ് ഞാൻ. തിമിംഗലം 30 രൂപയ്ക്ക് എടുത്തോളെ. ആ ടീം തിങ്കളാഴ്ച മീൻ മേടിച്ചിട്ട് ബാക്കി 6 ദിവസം ചാറയില ഓടിച്ചോണ്ടിരിക്കണ. 30 രൂപയ്ക്ക് തിമിംഗല കച്ചവടം ഏകദേശം തീരുമാനമായി. വീട്ടിൽ വന്ന് എല്ലാം സെറ്റ്, ഗൾഫിൽ പോകണം. അച്ഛൻ പറഞ്ഞു, നിന്നെക്കൊണ്ട് ഇത്രയും നാളൊരു പ്രയോജനമില്ല, നീ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നിന്നെക്കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട്, നിന്നെക്കൊണ്ട് എനിക്ക് നേട്ടമുണ്ട്. ഞാൻ പറഞ്ഞ അച്ഛൻ ഗൾഫിൽ പോകണം, ജോലി സെറ്റാവണം, എന്നാലും എന്നെക്കൊണ്ട് നേട്ടമുള്ളൂ. അച്ഛൻ പറഞ്ഞു, അതല്ലടാ, ഇപ്പം നീ പോവുകയാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിൽ ഒട്ടിക്കാൻ ഇത്രയുള്ളൊരു ഫോട്ടോ മതി, 60 രൂപ. നീ ഇവിടെ നിൽക്കുവാണെങ്കിൽ നിന്നെ നാട്ടുകാർ തുല്ലും. ഫോട്ടോ വലുതാക്കണം, ഫ്രെയിം ചെയ്യണം, മാല ചാർത്തണം, മിന്നണ ലൈറ്റ് വെക്കണം. അച്ഛൻ മിന്നണ ലൈറ്റിന് കണക്ക് പറഞ്ഞ മുതലാണ് എൻ്റെ അച്ഛൻ. ഓക്കെ, ഞാനോടത്ത് അച്ഛന് 10 രൂപയുടെ ലാഭം ഉണ്ടാകട്ടെ, പോകാം തീരുമാനിച്ച്. അപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞു, എടാ പോവല്ലേ, 2 വർഷം കഴിഞ്ഞേ വരുള്ളൂ, ഒരു ചെറിയ ട്രീറ്റ്, കൂട്ടുകാരെയൊക്കെ വിളിക്കി സെറ്റാക്കി. ഓക്കെ, അപ്പം ഈ കൂട്ടുകാരെ വിളിക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്കും ഒരു പെങ്ങളുണ്ട്, അളിയനുണ്ട്. അളിയനെ പെങ്ങളെ ഉപയോഗിച്ച് പോയാൽ രണ്ടും കൂടി ഓട്ടോ വിളിച്ച് ഗൾഫിൽ വന്ന് അടിക്കണതാണ് അളിയനും പെങ്ങളും. അളിയനെ കുറിച്ച് പറയാണ്ട് മുന്നോട്ട് പോകാൻ എൻ്റെ ലൈഫിൽ പറ്റൂല. കാര്യം എന്ന് പറഞ്ഞാൽ അളിയനും പെങ്ങളൊക്കെ കൂടി കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പെങ്ങാമാർക്ക് ചെറുക്കൻ അന്വേഷിക്കുമ്പോൾ നമ്മൾ പേര് ചോദിക്കേണ്ട ആവശ്യമില്ല. കാര്യം കല്യാണ ലെറ്റർ വെക്കാൻ മാത്രമേ ഈ പേരുള്ളൂ. പിന്നെ ഇവർ അളിയനാണ് എല്ലാവർക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അനീഷിൻ്റെ അളിയൻ ഷാപ്പിൽ നിൽക്കുന്നു, അനീഷിൻ്റെ അളിയൻ ഓട്ടോയിൽ വരുന്നു, അനീഷിൻ്റെ അളിയൻ, അതിനപ്പുറം അളിയൻ ഒരു പേരിൻ്റെ ആവശ്യം ഇല്ല ശരിക്കും. അപ്പോൾ ഈ അളിയൻ വന്ന് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നു. അപ്പോൾ അമ്മ ആദ്യത്തെ ദിവസം ഒരു പുതിയ മുണ്ടൊക്കെ എടുത്ത് അളിയന് കൊടുത്തു, അളിയൻ മുണ്ടൊക്കെ കൊടുത്തു. ഭയങ്കര ടിപ്പാണല്ലോ ആദ്യത്തെ ദിവസം അല്ലേ. അപ്പം ഞാൻ പറഞ്ഞ്, അളിയ ഒരു 10 അടിയാ. അളിയൻ പറഞ്ഞ്,
എന്ന് പെങ്ങളെ നോക്കി അമ്മേനെ വേണ്ട ഞാൻ കഴിക്കൂല ശരി പോയി. അടുത്ത ടീം വന്നപ്പോഴത്തേക്കും അളിയനെ എല്ലാവരും വിളിക്കുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞ അളിയ ഒരു 10 അളിയും വേണ്ട ഒരു ബിയറാണേലും അടിക്കാം. ഓക്കെ 10 വേണ്ട അളിയൻ ബിയർ അടിക്കാന്നുള്ള സെറ്റപ്പിലേക്ക് എത്തി. വൈകുന്നേരമായി പോയി പന്തലൊക്കെ പൊളിക്കണം തീരാറായി. അപ്പം ഞാൻ പറയാടാ ഒരു പണി 2 അര മേടിക്ക് ഒരു ബിയറും മേടിക്ക്. അളിയൻ ബിയർ കഴിക്കും. ബിയർ കൊണ്ടുപോകുന്ന അളിയന് കൊടുത്തു. 1 അര ഞങ്ങളെല്ലാം കൂടി കഴിച്ച്. അപ്പോൾ പറഞ്ഞു പന്തൽ പൊളിച്ച് ബാക്കിയെല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ച് ഈ അര അടിച്ചിട്ട് പിരിയാം. അപ്പോൾ പറഞ്ഞ ഈ അര ആര് പിടിക്കും? ഞാൻ പറഞ്ഞ അര ഞാൻ പിടിക്കാം. അപ്പോൾ അമ്മ പറയും വേണ്ട നിന്റെ അച്ഛൻ്റെ കൊടുക്കുക. ഇത് കേട്ട് നേരെ ഇപ്പുറത്ത് നിന്ന് അമ്മ പറയാം കൊള്ളാം കാക്കയുടെ നിന്ന് മേടിച്ച് പരുന്തിൻ്റെ കൊടുത്തു. എൻ്റെ നിന്ന് മേടിച്ച് അച്ഛൻ്റെ കൊടുത്തതിന് പറയാം കാക്കയുടെ നിന്ന് മേടിച്ച് പരുന്തിൻ്റെ കൊടുത്തു ഈ സാധനം. അപ്പോൾ ഇവർ പറഞ്ഞാൽ അളിയൻ കഴിക്കൂല അളിയൻ്റെ കൊടുത്തേക്കാം. അളിയൻ്റെ ഈ കൊടുത്ത് ഞങ്ങൾ പന്തലെല്ലാം പൊളിച്ച് എല്ലാം കൊണ്ട് കൊടുത്ത് ഫുഡ് കഴിച്ച് എല്ലാവർക്കും ഓരോന്ന് അടിക്കുക പിരിയുക നേരെ എന്ന്. ഞാൻ പറഞ്ഞു എടി വാല് വന്ന അളിയനെ വിളിച്ചേ. അളിയൻ കിടന്നടാ. ഞാൻ പറഞ്ഞ അതിനെ അളിയൻ കിടന്ന അളിയനെ ഒരു സാധനം ഏൽപ്പിച്ചിട്ടുണ്ട് നീ വിളിച്ചേ. അപ്പോൾ ഇവള് വിളിച്ചിട്ട് അളിയൻ മൈൻഡുള്ള. അപ്പം ഞാൻ പറഞ്ഞു തുറന്ന് നേരെ അങ്ങോട്ട് കയറാ ചേട്ടാ എൻ്റെ കാലിൽ തട്ടി. അളിയൻ അടിച്ചു കിടക്കുമല്ലോ. ഞാൻ കൊടുത്ത അരയുടെ കുപ്പി കാലിക്ക് കിടക്കണം അളിയൻ്റെ മുറിക്കകത്ത്. എന്നാൽ ലൈറ്റ് ഇട്ടിട്ട് ഞാൻ അളിയൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വെട്ടടിച്ചപ്പോൾ രാവിലത്തെ ഓർമ്മയിൽ അളിയൻ എനിക്ക് വേണ്ടല്ലേ ഞാൻ കഴിക്കൂലെന്നും. ചേട്ടാ ഈ അരയുടെ അടപ്പം ചലക്കി കുപ്പിക്കകത്തിട്ടിട്ട് ഈ മുതൽ കിടക്കുക. രാവിലെ 10 വേണ്ടെന്ന് പറഞ്ഞാൽ 1 അര അടിച്ച് കിടക്കുക. ഈ പെങ്ങള് ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് 2ാമത്തെ പ്രസവത്തിന് ഈ വയറ് കാണലെ ചടങ്ങിന് അളിയനും അളിയൻ്റെ കുടുംബക്കാരും എല്ലാം കൂടി വന്നു. ഈ പുള്ളി ആനപ്രാന്തനാണല്ലോ. ഈ ആനപ്രാന്തിൻ്റെ ഒരു സംഭവം പുള്ളിക്ക് അവിടെ കാണിക്കണം. പുള്ളി വന്ന വയറേലൊക്കെ ഇങ്ങനെ ഭയങ്കര ലാളനയോട് ചെവിയൊക്കെ വെച്ചിട്ട് പുള്ളിയുടെ ബന്ധുക്കാരുടെയൊക്കെ മുമ്പ് വെച്ചിട്ട് നമുക്ക് മൂത്തതൊരു പെൺകുട്ടിയാണ്, അടുത്തത് മംഗലാംകുന്ന് കർണൻ്റെ ഒരു ചൊടിപ്പും ഈരാറ്റുപേട്ട അയ്യപ്പൻ്റെ ഒരു ഗാംഭീര്യവും കാളിദാസൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഉള്ള നല്ലൊരു കുട്ടിക്കൊമ്പനെ തന്നെ എന്ന് പറഞ്ഞിട്ട് വയറിട്ടൊരു തട്ട്. ഈ കൈയെടുത്ത് പെങ്ങൾ താടിക്കിട്ട് തട്ടിയിട്ട് അളിയൻ്റെ അമ്മയോട് പറയാം മകനോട് പറഞ്ഞു കൊടുക്കണം ഇത് കോടനാട് ആന വളർത്തൽ കേന്ദ്രമല്ല എൻ്റെ വയറാണതല്ലേ. അതാണ് പെങ്ങൾ ചേട്ടൻ. ഈ 2 സംഭവത്തിനെയും വിളിക്കാണ്ട് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാൻ പറ്റൂല. നേരെ ഞാൻ ഈ ഇവരെ വിളിക്കാനുള്ള പ്ലാൻ ഇട്ട് ഞങ്ങൾ വരുന്ന അളിയന് പതിപോലെ കൂട്ടുകാരൻ ഞങ്ങൾ അവിടെ ഇരുന്ന് അടിച്ച് സെറ്റ് നേരെ താഴേക്ക് വരും ചേട്ടാ എൻ്റെ പാസ്പോർട്ടും ഒരു 300 രൂപയും കൂടി നമ്മുടെ ടേബിളിലിരിക്കുന്നു. സാധാരണ അമ്മ എനിക്ക് സർപ്രൈസൊക്കെ തരാറില്ല. അപ്പം ഞാൻ ഓർത്ത് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അമ്മ എനിക്കൊരു 300 രൂപ ഒരു കൈനീട്ടമായിരിക്കും. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഈ പാസ്പോർട്ടിനകത്ത് ഒരു 300 രൂപ ഇരിപ്പുണ്ടല്ലോ. അമ്മ പറഞ്ഞാ അത് 500 രൂപ നിൻ്റെ അടുത്താണ്, 200 രൂപ അണ്ണാച്ചിക്ക് കൊടുത്തിട്ടുണ്ട്, ബാക്കി 300 ചേട്ടാ ഞാൻ ഈ പാസ്പോർട്ട് എടുത്ത് നേരെ തുറന്നു നോക്കിയപ്പോൾ ബാലൻസ് 300 രൂപയുണ്ട്. സന്തോഷത്തോടെ ആ 300 രൂപ എടുത്ത് പോക്കറ്റ് വെച്ചപ്പം ഇവത്തിൽ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജിൽ എഴുതി വെച്ചിരിക്കുക 2000 രൂപ വാങ്ങിച്ചു 200 രൂപ തന്നു 1800 രൂപ കടം. പിന്നെ തങ്കച്ചൻ അണ്ണാച്ചി പൊള്ളാച്ചി. രാവിലെ നെടുമ്പാശ്ശേരി കൊണ്ട് ഒപ്പിടേണ്ട പാസ്പോർട്ടിൽ തങ്കച്ചൻ അണ്ണാച്ചി പൊള്ളാച്ചി. ആ ടീമിൻ്റെ കൂടെ അവിടെ നിൽക്കണേലും ഭേദമല്ലേ ഒറ്റക്കിളിയില്ലാത്ത നിങ്ങളുടെ കൂടെ.